200 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യവും ലോകത്തിലെ ഏറ്റവും വലിയ മത്സരമേറിയ മാർക്കറ്റാണെങ്കിലും മലയാളികൾ എന്തുകൊണ്ടാണ് അറബികളുടെ ഏറ്റവും ഫേവറേറ്റ് കമ്മ്യൂണിറ്റിയായും ഏറ്റവും സക്സസ്ഫുള്ളായ വർക്ക് ഫോഴ്സും ട്രസ്റ്റഡ് പാർട്ട്നേഴ്സായിട്ടും നിലനിൽക്കുന്നത്? ലോകത്തിലെ 185 രാജ്യങ്ങളിൽ മലയാളികളുടെ സജീവ സാന്നിധ്യവും വ്യക്തമായ കയ്യൊപ്പും എഴുതി ചേർക്കാൻ മലയാളി ഡയസ്പോറയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിന് പോലും കഴിയാത്ത രീതിയിൽ മലയാളികൾ എങ്ങനെയാണ് വളരെ വേറിട്ട് നിൽക്കുന്നത്? മലയാളികളെ ഇതര രാജ്യക്കാരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണ്? ഗൾഫിൽ മലയാളികൾ അറബികളുടെ ഏറ്റവും ഫേവറേറ്റായ കമ്മ്യൂണിറ്റിയായി എങ്ങനെയാണ് മാറാൻ കഴിഞ്ഞത്? അത് വെറും മലയാളികളുടെ അധ്വാനവും വളരെ നിഷ്കളങ്കമായ പെരുമാറ്റവും കൊണ്ട് മാത്രം ആർജിച്ച് എടുത്തതാണോ? ഉയർന്ന സാക്ഷരതയും വലിയ വിദ്യാഭ്യാസവും ഉള്ളതുകൊണ്ട് മാത്രമല്ല, കൂടുതൽ അഡാപ്റ്റബിലിറ്റി അഥവാ ബ്ലെൻഡിങ് മറ്റ് ഏതൊരു രാജ്യത്തെ ആളുകളേക്കാൾ മലയാളികൾക്ക് കൂടുതലാണ്. രണ്ടാമതായി എടുത്തു പറയേണ്ട കാര്യം മലയാളികളുടെ മൾട്ടി ടാസ്കിങ് അഥവാ എസ് ടു ഓൾ എന്ന മൈൻഡ് സെറ്റാണ്. ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ അവരുടെ പ്രൊഫഷൻ എന്താണ് അത് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. എന്നാൽ മലയാളികൾ ഏത് സാഹചര്യത്തെയും അവസരങ്ങളാക്കി മാറ്റും. അതുപോലെ അറബികളുടെ കൾച്ചറുമായി ഇടപഴകി പോകുവാനുള്ള അസാധാരണമായ കഴിവ്. ഈ കഴിവ് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇല്ലാത്തത്. അവർ പൊതുവെ വേറിട്ട ബ്ലോക്കുകളായിട്ടാണ് താമസിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു റിയൽ പ്ലൂറൽ സൊസൈറ്റി ആയിട്ടാണ് മലയാളികൾ കഴിയുന്നത്. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കസ്റ്റം വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ചിട്ട് അറബികളുമായി ബിഹേവ് ചെയ്യുവാനും ജാതി മതഭേദമന്യേ എല്ലാ മലയാളികൾക്കും കഴിയുന്നത് കൊണ്ടാണ് അറബികൾക്ക് ഏറ്റവും ഫേവറബിളായ കമ്മ്യൂണിറ്റിയായി മലയാളി സമൂഹം മാറുന്നത്. സാംസ്കാരികപരമായും ചരിത്രപരമായും മലയാളികൾക്ക് അറബികളുമായി ഡീപ്പ് റൂട്ടഡ് ബോണ്ട് അഥവാ പൊക്കിൾക്കുടി ബന്ധം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അറബികളും കേരളവുമായുള്ള ബന്ധം 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. ഇന്ന് ദുബായിലെ ദേറയിലും മറ്റ് അറബി രാജ്യങ്ങളുടെ തീരദേശങ്ങളിലും കാണുന്ന വള്ളങ്ങൾ അഥവാ ദോ എന്ന് വിളിക്കുന്ന ബോട്ടുകൾ 7-ാം സെഞ്ചുറിയിൽക്ക് മുന്നേ കേരളത്തിലെ നമ്മുടെ ആശാരിമാരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും അറബികളുടെ ഷിപ്പ് ആർക്കിടെക്ചർ കഴിവും ചേർന്നപ്പോൾ ഉണ്ടായ പുരാതന കാലത്തെ കണ്ടുപിടുത്തമാണ്. ദോ എന്നറിയപ്പെടുന്ന തടി കൊണ്ടുണ്ടാക്കിയ ഈ ബോട്ടുകൾ അന്നത്തെ ഇന്ത്യയുടെ ഷിപ്പ്യാർഡ് എന്നറിയപ്പെട്ടിരുന്ന ബേപ്പൂരിൽ നിന്ന് നിർമ്മിച്ച് കേരളത്തിൽ നിന്നുള്ള സ്പൈസസും തടിയും അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അറേബ്യൻ രാജ്യങ്ങളിലുടനീളം മത്സ്യബന്ധനവും ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരുന്നതും ഈ പായ്ക്കപ്പലുകളിലാണ്. ഇത് കേരളത്തിലും മലബാറിലും ബേപ്പൂരിലും അന്യം നിന്ന് പോയെങ്കിലും ഇന്നും അതേ സാന്നിധ്യം ഗൾഫിലുടനീളം നമുക്ക് കാണാൻ കഴിയും. പിന്നീട് 1498 വാസ്കോഡ ഗാമയുടെ വരവോടുകൂടിയാണ് അറബികളെ നിഷ്കാസനം ചെയ്ത് കേരളത്തിൻ്റെ സമ്പത്ത് വളരെ ആസൂത്രിതമായി കൊള്ളയടിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുപോയത്. തദ്ദേശീയരായ കൃഷിക്കാർ പാരമ്പര്യമായി അറബികൾക്ക് നല്ല വിലയ്ക്ക് നൽകിയിരുന്ന കുരുമുളകും ഏലവും മറ്റ് സുഗന്ധദ്രവ്യങ്ങൾക്കും അഡീഷണലായ ടാക്സും കൃഷിക്കാർ സായിപ്പന്മാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. പ്രവാസികളായ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഊഷ്മളമായ ഒരു അനുഭവം അറബികളിൽ നിന്നും ഉണ്ടാകാതിരിക്കില്ല. അത് ജീവിതഗന്ധിയായ ഒരു അനുഭവമാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് ഷെയർ.